കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീമിൽ 4 പോയിന്റ് പറഞ്ഞിരുന്നു. അതിൽ ബാക്കിയുള്ള 6 പോയിൻ്റാണെന്ന് ആദ്യം പറയണത്. ഇറ്റ് റെഡ്യൂസസ് ദി കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ്റെ കോസ്റ്റ് കുറയാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ ടീം സ്പിരിറ്റ് എമംഗ് എംപ്ലോയീസ് എന്നാണ്. ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത കൂടും. അതിൻ്റെ പ്രൊമോട്ട്സ് മ്യൂച്വൽ കോഓപ്പറേഷൻ എമംഗ് വർക്കേഴ്സ്. അതേപോലെ തന്നെ ആബ്സെൻറ്റീസം ആൻഡ് ലേബർ ടേൺ ഓവർ ക്യാൻ ബി റെഡ്യൂസ് എന്നാണ്. ലീവാകുന്നതും അതുപോലെ തന്നെ സ്ഥാപനത്തിലുള്ള ഒഴിഞ്ഞുപോക്കും കുറക്കാൻ സഹായിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് എന്നാണ്. എക്യുപ്മെൻ്റ് ഏറ്റവും നന്നായിട്ടുള്ള ഉപയോഗം സാധ്യമാക്കുന്നു. അടുത്ത ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് സ്കീം ഉണ്ട്. 2 ടൈപ്പാണ്. ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമും ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീം. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കുള്ള ഇൻസെൻറ്റീവ് സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് മൊത്തത്തിലുള്ള സ്കീം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 2 രീതിയിലുള്ളത്. നമുക്ക് ഇത് തൽക്കാലം പഠിക്കാനില്ല. ഒരു എസ്സേക്ക് വരുമ്പോൾ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഇത് രണ്ടും നോക്കാനുണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീമിൽ 2 ക്ലാസിഫിക്കേഷൻ, ടൈം ബേസ്ഡും പ്രൊഡക്ഷൻ ബേസ്ഡും. ടൈം ബേസ്ഡിൽ ഹാൽസേ പ്ലാൻ, റോവൻ പ്ലാൻ, എമേഴ്സൺ പ്ലാൻ ആൻഡ് ബെഡെക്സ് പ്ലാൻ. അപ്പോഴത്തെ പ്രൊഡക്ഷൻ ബേസ്ഡിൽ ടൈലർ പ്ലാന്, ഗാൺസ് ടാസ്ക് സിസ്റ്റം, മെറിക്സ് പ്ലാൻ. അതേപോലെ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൽ പ്രീസ്റ്റ്മാൻ പ്ലാന്, സീലൻ പ്ലാന്, കോ പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. ഇത് 4 സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ഹാൽസേ പ്ലാൻ എന്നാണ്. ദിസ് പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ FA ഹാൽസേ. ഇറ്റ് ഈസ് എ സിമ്പിൾ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റമാണ്. ടൈം വേജ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവുമിൻ്റെ കോമ്പിനേഷൻ ഫോമാണ് ഹാൽസേ പ്ലാൻ എന്ന് പറയാം. അണ്ടർ ദിസ് പ്ലാൻ എ മിനിമം ടൈം വേജ് ഈസ് ഗ്യാരൻറ്റീഡ് ടു എവറി എംപ്ലോയി എന്നാണ്. ഇവിടെ എന്തുണ്ടാവും? മിനിമം വേജ് ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്തതിന് എക്സ്ട്രാ എന്താ പറയുക വേജും കൂടി പ്രൊവൈഡ് ചെയ്തു വരുന്നതാണ് ഹാൽസേ പ്ലാൻ എന്ന് പറയാം. റോവൻ plan, a worker is guaranteed minimum wages for time spent on job. Bonus is given on the basis of time saved എന്നാണ്. ടൈം സേവ് ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടി 8 മണിക്കൂർ കൊടുത്തു വിചാരിക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം 8 മണിക്കൂർ. അപ്പോൾ ആ സമയത്ത് ഇയാൾ 6 മണിക്കൂർ കൊണ്ട് ഈ ജോലി ചെയ്താൽ 8 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 6 മണിക്കൂർ കൊണ്ട് ചെയ്താൽ കഴിവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8 മണിക്കൂറിൻ്റെ പ്രതിഫലം 6 മണിക്കൂറിന് കൊടുക്കും. പ്ലസ് 2 മണിക്കൂർ ഇയാൾ സേവ് ചെയ്തില്ലേ, അതിനെന്ത് കൊടുക്കും? ബോണസ് എടുക്കുന്ന രീതിയാണെന്ത്? റോവൻ പ്ലാൻ എന്ന് പറയാം. അടുത്തത് എമേഴ്സൺ പ്ലാൻ ഉണ്ട്. ഡെവലപ്ഡ് ബൈ ഹാരിങ്ടൺ എമേഴ്സൺ. അണ്ടർ ദിസ് പ്ലാൻ മിനിമം വേജസ് ഗ്യാരൻറ്റീഡ് ടു ഓൾ എംപ്ലോയീസ്. എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് ഫിക്സഡ്. ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡേർഡ്, നേരത്തെ പറഞ്ഞ രണ്ടിലും സ്റ്റാൻഡേർഡ് വേജ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡിൽ ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കണം എന്നാണ് പറയാം. എന്നിട്ട് ആ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ വരുന്ന എന്തൊരുക്കും ബോണസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് എമേഴ്സൺ പ്ലാൻ വരുന്നത്. ബെഡെക്സ് പ്ലാൻ ഡെവലപ്ഡ് ബൈ ചാൾസ് ഇ ബെഡെക്സ്. ആസ് പെർ this plan, the benefit of the time saved goes both the worker and the supervisor എന്നാണ്. നമ്മൾ ടൈം സേവഡിനെ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈമാണ് നോക്കുക. ടൈം സേവഡിൻ്റെ ബോണസ് കൊടുക്കും. പക്ഷേ ആർക്കാണ് ബോണസ് കൊടുക്കുക? ഈ ജോലിക്കാരനും കൊടുക്കും, അയാൾ സൂപ്പർവൈസർക്ക് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ സൂപ്പർവൈസറുടെ ജോലി എന്താ? ജോലിക്കാരനെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 പേർക്കും കൂടി ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ പേരാണിത് ബെഡെക്സ് പ്ലാൻ എന്ന് പറയുക. ഇനി പ്രൊഡക്ഷൻ ബേസിലുണ്ട് ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള FW ടൈലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അണ്ടർ ദി സിസ്റ്റം of minimum wage are not guaranteed. Standard time and standard work is determined on the basis of time and motion study എന്നാണ്. ഇത് വെച്ചിട്ടാണ് ടൈലറുടെ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. ഗാൺസ് ടാസ്ക് സിസ്റ്റം. അണ്ടർ ദി സിസ്റ്റം മിനിമം വേജസ് ആർ ഗ്യാരൻറ്റീഡ് ഫോർ ടേക്കിംഗ് സ്റ്റാൻഡേർഡ് ടൈം ഓർ മോർ എന്നാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം നോക്കും, അതിനേക്കാൾ കൂടുതലോ കുറവോ നോക്കിയിട്ടാണ് മിനിമം വേജ് ഫിക്സ് ചെയ്യുക. എ പേഴ്സൺ ടേക്സ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് ടൈം ഹി ഗെറ്റ്സ് ടൈം വേജസ് പ്ലസ് ബോണസ് കിട്ടും. എക്സ്ട്രാ ടൈമിന് ബോണസും കൂടി ഉൾപ്പെടെ കിട്ടും. അടുത്ത മൂന്നാമത്തെ എന്ത് പറയാം? മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ മൾട്ടിപ്പിൾ റേറ്റ് സിസ്റ്റമാണ്. ദിസ് പ്ലാൻ ഈസ് മോഡിഫിക്കേഷൻ ഓഫ് ദി ടൈലർ സിസ്റ്റം വിത്ത് 3 ഇൻസ്റ്റെഡ് ഓഫ് 2 റേറ്റ്സ് എന്നാണ്. നമ്മൾ ടൈലർ സിസ്റ്റത്തിൽ 2 റേറ്റാണ് കൊടുത്തതെങ്കിൽ ഇവിടെ 3 റേറ്റുകളുണ്ട്. 83% വർക്കും 83 to 100 മോർ ദാൻ 100. അപ്പോൾ 83% വരെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ആർ പെയ്ഡ് അറ്റ് എ ബേസിക് പ്രൈസ് റേറ്റ് കൊടുക്കും. 83% മുതൽ 100% വരെ കൊടുത്താൽ അവർക്ക് 110% റേറ്റ് കൊടുക്കും. 100%-നേക്കാൾ കൂടുതൽ വർക്ക് ചെയ്തവർക്ക് എന്തൊരു 1 to 20% ബോണസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് മെറിക്സിൻ്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്.